ഹായ്. ആഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചിതൽ പ്രാണനിൽ മേഞ്ഞു. ഇത്രേ അറിയുള്ളൂ കേട്ടോ, ബാക്കി വരിയൊന്നും അറിയില്ല. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പാട്ടായിട്ടോ. പിന്നെ ഞാനൊരു കാര്യം കാട്ടിത്തരേ. പിന്നെ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പത്താട്ടോ ഞാൻ വെക്കുക. പിന്നെ നമ്മൾ രാവിലെ തന്നെ ഗ്യാസുമ്മൽ വെക്കാം. പക്ഷെ എനിക്ക് അടുപ്പ് തീ കൂട്ടണം. അതിൽ ചോറോ കരിങ്ങാലി വെള്ളമോ എന്തെങ്കിലും ദിവസം രാവിലെ ഒന്ന് അടുപ്പ് കത്തിച്ചാൽ നമുക്കൊരു ഐശ്വര്യമാണ്. അതാണ് എൻ്റെ ഒരു വിശ്വാസമാണ്. എനിക്കൊരു എന്തോ ഒരു പ്രശ്നമാണ് അത് വെച്ചില്ലെങ്കിൽ. അപ്പോൾ ചോറ് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ റൈസ് കുക്കറിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഗ്യാസുമ്മൽ വെച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും നമ്മൾ സാധാ. അത് ഇവിടെ ഉണ്ട്. പക്ഷെ പണ്ട് കുറച്ച് മുന്നേ ആയിട്ട് എനിക്ക് ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു, തെർമോക്കോളിൻ്റെ ഇങ്ങനെ മോടിയും ഉണ്ടാവും, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഫുൾ തെർമോക്കോളാണ് ഇത്. പിന്നെ അതിൻ്റെ കൂടെ ഇതാ അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ മേലെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉണ്ടായിനി. അപ്പോൾ അത് ഇതായിപ്പോയി, കേടായിപ്പോയി. അപ്പോൾ കുറേ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സാധാ റൈസ് കുക്കറിൽ വെച്ചപ്പോൾ എനിക്കതൊരു സുഖം തോന്നിയില്ല. അങ്ങനെ ഞാൻ ശശിനോട് പറഞ്ഞിട്ട് ടൗണിൽ പോയിട്ട് എനിക്കിങ്ങനെ മേടിച്ച് തന്നതാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരെ വെച്ചാൽ ഒരു 400 രൂപയ്ക്കേ ഉള്ളൂ ഇതിന്. നമുക്ക് എവിടെയോ പരിഷത്തിൻ്റെ അടുപ്പ് എന്നാണ് പറയുക അതിന്. അപ്പം ഞാൻ ഇപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അരിയിട്ട് തിളച്ച് കുറച്ചൊന്ന് തിളച്ചാൽ മതി, തിളയ്ക്കുക ഒന്ന് ഇതായാൽ മതി. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് വേകട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് അതും ചെയ്യാം അങ്ങനെ. അപ്പം ഞാനത് കണ്ടോ, ഇത് അടുപ്പത്ത് വെച്ചതാണ്. കരി ഉണ്ട് കേട്ടോ അടിയിലൊക്കെ. അപ്പോൾ ആ കരി ഉള്ളതൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. അതിൽ വെച്ചിട്ട് ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മൂടുകയാണ്. മൂടി ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് മതി. ഇപ്പോൾ നോക്കാണ്ട് അധികം വെന്തങ്ങോട്ട് പോകും. പക്ഷേ മറ്റേ റൈസ് കുക്കറിനെയും കാട്ടി എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇതാണ്. പിന്നെ എന്താ വെച്ചാൽ ഗ്യാസുമ്മിൽ മറ്റേ റൈസ് കുക്കറിൽ നമ്മൾ എന്താ പറയുക, ഗ്യാസുമ്മ വെച്ചത് മാത്രമല്ല നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് ഗ്യാസുമ്മ വെച്ചതും നമുക്ക് വെക്കാം, അതായത് അടുപ്പിൽ കത്തിച്ച കരിയുള്ളതും നമുക്ക് വെക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് തോന്നി. ഇത് അധിക വീട്ടിലുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണത്. അപ്പം ഇല്ലാത്തവർ ഇത് വാങ്ങിക്കോളിട്ടോ, നല്ല കാര്യമാണ്, സൂപ്പറാണ്. അതൊന്ന് പരിചയപ്പെടുത്തണം.